99% PWD റോഡുകൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ട്രാഫിക്കബിളാണ്. 80% നമ്മുടെ ഗ്രാമീണ റോഡുകൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തരുന്ന പരിമിതമായ ഫണ്ടുകളിൽ നിന്ന് അത് ഈവണായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നടക്കുന്നത്. ജനപ്രതിനിധി ഇരുന്നൊരു ഗ്ലാസ് കേജ് ഇരിക്കേണ്ട ആളല്ല, ജനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ആളാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ചില കാര്യങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് വേണം. അതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് ഇല്ലാത്തില്ല. ഈ പഴം പച്ചക്കറി സംസ്കരണശാല ഞങ്ങൾ തുറന്നു. ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ വർഷം തന്നെ തുറന്നു കൊടുക്കും. ഇല്ല, ഇതിൽ തടസ്സം ഉണ്ടായത് സർക്കാരിൻ്റെ കേരയിലാണ്. അതിന് MLA കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കേരയിൽ കാരണം നമ്മുടെ പ്രൊജക്റ്റ് 2.5 വർഷം 3 വർഷമാണ് ഡിലേ വന്നത്. നൂതനമായ ആശയങ്ങൾ തീർച്ചയായിട്ടും മെയ് മാസത്തിൽ വന്ന് UDF-ലൂടെ ഞാനിവിടെ എത്തിക്കും. ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പിറവം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സാറാണ്. സർ, വെൽക്കം. നമസ്കാരം. സർ, താങ്കൾ കഴിഞ്ഞ 15 വർഷത്തോളമായി പിറവത്തെ പ്രതിനിധീകരിച്ച് ഒരു MLAയും മന്ത്രിയുമായി പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ കാലയളവിൽ സ്പെസിഫിക്കലി ലാസ്റ്റ് 5 കൊല്ലം പിറവത്തിന് വികസനത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ പിറവത്തെ സംബന്ധിച്ച് പിറവ ഒരു കാർഷിക മേഖലയാണ്. ഇപ്പോൾ കാർഷിക മേഖല അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, വിവിധ പാടശേഖരങ്ങളുടെ നവീകരണം അടക്കം ഒട്ടനവധി സ്കീമുകൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഏറെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ തന്നെയായിരുന്നു. നമ്മുടെ നിയോജകമണ്ഡലത്തിലാണ് ആദ്യത്തെ അഗ്രോ സർവീസ് സെൻ്ററിന് ആരംഭം കുറിച്ചത്. അത് നമ്മുടെ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ മാൻ പവറും മെഷീനറിയും ഒക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണ്. പാമ്പാക്കട ബ്ലോക്കിൽ ആരംഭിച്ചാണ്. അത് നമ്മുടെ ജില്ലയിൽ തന്നെ 2 ആരംഭിച്ച സമയത്തൊന്ന് പിറവത്ത് എത്തിക്കാൻ അന്ന് UDF ഗവൺമെൻറ്റുള്ള സമയത്ത് ഞാൻ പറഞ്ഞത് കാർഷിക മേഖലയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇറിഗേഷൻ പദ്ധതികളായിട്ടും KLDC പ്രൊജക്റ്റുകളായിട്ടും ഒക്കെ അതൊക്കെ തീർച്ചയായിട്ടും കുറേയൊക്കെ സഹായകരവുമാവുന്നുണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച്. പിന്നെ കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഉൽപ്പാദനത്തിന് ന്യായവില ലഭിക്കണം. അത് സർക്കാർ തലത്തിൽ ലഭ്യമാക്കേണ്ട ഒന്നാണ്. അതിനെ സംബന്ധിച്ചൊക്കെ പല പ്രതിസന്ധികൾ ഇപ്പോഴും കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാ ഓവറോൾ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും മികവായ നിലയിൽ നിയോജകമണ്ഡലത്തിൽ നിൽക്കുന്നുള്ളൂ. ഞാനത് എല്ലായിടത്തും പറയുന്നതാണ്. 99% PWD റോഡുകൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ട്രാഫിക്കബിളാണ്. ഒന്നുകിൽ BMBC ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി ഇടാൻ കഴിഞ്ഞിട്ടുണ്ട്. 80% നമ്മുടെ ഗ്രാമീണ റോഡുകൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തരുന്ന പരിമിതമായ ഫണ്ടുകളിൽ നിന്ന് അത് ഈവണായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖല. പിന്നെ ഗ്രാമീണ ടൂറിസത്തിന് വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. കൂരുമലയും ഒപ്പം തന്നെ നമ്മുടെ അരീക്കൽ വാട്ടർഫോൾസും ഒക്കെയായി ബന്ധപ്പെട്ട് അത് വളരെ നല്ല നിലയിൽ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സ്റ്റൻഷനും വിപുലീകരണവും മറ്റ് പ്രധാനപ്പെട്ട സ്പോട്സിനെ കേന്ദ്രീകരിച്ച് അത് കൊണ്ടുവരണമെന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കൂൾ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പുതിയ ബിൽഡിങ്ങുകൾ എല്ലാ സ്കൂളുകൾക്കും ലഭ്യമാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ LP UP വിഭാഗങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ TMJ മെമ്മോറിയൽ മണിമലക്കുന്ന് കോളേജിന് പുതിയ അക്കാഡമിക് ബ്ലോക്കായി, ഏഴക്കനാട് ITക്ക് പുതിയ ബ്ലോക്കായി, നമ്മുടെ ഇവിടെ ഒപ്പം തന്നെ നമ്മുടെ മുളന്തുരുത്തിയിൽ ഉൾപ്പെടെ വിദ്യാലയങ്ങൾക്ക് അവർക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ആശുപത്രികളെ സംബന്ധിച്ചാണ് ഈ പിറവം താലൂക്ക് ആശുപത്രിക്ക് പുതിയ OP ബ്ലോക്കും ഡയാലിസിസ്, എക്സ്റേ യൂണിറ്റ്സൊക്കെ ആരംഭിച്ചു. അങ്ങനെ വളരെ വിപുലമായ നിലയിൽ എല്ലാ ഹെൽത്ത് സെൻറ്റേഴ്സിനും നമുക്ക് പുതിയ ബിൽഡിങ്ങുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. MLA ഫണ്ടിൽ നിന്ന് ഗവൺമെൻറ് ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഫണ്ട് കിട്ടാതെ പോകുന്ന സ്ഥലങ്ങൾ CSR ഫണ്ട് ലഭ്യമാക്കി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 7ഓളം പാലങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പൂർത്തിയാക്കിയെടുക്കാൻ കഴിഞ്ഞു. പുതിയ ആയുർവേദ ആശുപത്രികൾ തുടങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ തലങ്ങളെയും സർവോന്മുഖമായ വികസന കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് സ്കീംസ് നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ജലജീവൻ അമൃത് പദ്ധതികൾ, മുനിസിപ്പാലിറ്റികൾ അമൃത് പദ്ധതികൾ ഉൾപ്പെടെ കുടിവെള്ള പദ്ധതിയിൽ വിപുലീകരണത്തിന് വേണ്ടി സ്കീംസ് കൊണ്ടുവന്നു. 7500 കോടി രൂപ സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിക്കൊണ്ട് ആ പദ്ധതി ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയി. ഞാൻ അസംബ്ലിയിൽ അത് അടിയന്തര പ്രമേയമൊക്കെ ഉന്നയിച്ച് ടേക്കപ്പ് ചെയ്ത മാറ്ററാണ്. ഇപ്പം അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. അതനുസരിച്ച് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ വർഷം ഈ ജലപദ്ധതികളെല്ലാം നമുക്ക് പൂർത്തിയാക്കി എത്താൻ കഴിയും. അങ്ങനെ കുടിവെള്ള വിതരണത്തെ കൂടുതൽ സുഗമമാക്കാൻ കഴിയും. ഇപ്പോൾ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരാൻ കഴിയും. ഒരു മാറ്റർ സ്പെസിഫൈ ചെയ്ത് പറയാൻ കഴിയും. എല്ലാ മാറ്റർ ഇപ്പോൾ സബർബൻ മാൾ ഞാൻ മന്ത്രിയായ സമയത്ത് കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്. അത് അന്നത്തെ ഒരു നൂതനമായ ആശയമാണ്. അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ വരും വർഷങ്ങളിൽ ഉണ്ടാവും.
തീർച്ചയായും. താങ്കളെ പറ്റി ജനങ്ങൾക്ക് പൊതുവെയുള്ള അഭിപ്രായം വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ്. അതായത് ഏതൊരു സാധാരണക്കാരനും അത് ഏത് പാർട്ടിയുടെ അനുഭാവിയായിരുന്നാലും താങ്കളെ കണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായി കരുതപ്പെടുന്നു. ഇത് തന്നെയായിരിക്കാം 2021 വലിയ ഭൂരിപക്ഷത്തോടെ താങ്കൾ ജയിക്കുവാനുള്ള കാരണങ്ങളിലൊന്ന്. അപ്പോൾ 2026 4 വട്ടം പിറവത്ത് നിന്ന് ജനവിധി തേടുമ്പോൾ 2021 പോലെ ഒരു വലിയ വിജയം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു വിജയമുണ്ടാകും യു ഡി എഫിന്, സംശയമൊന്നും അക്കാര്യത്തിലില്ല. മാർജിൻ നമുക്കിപ്പോൾ ലീഡൊന്നും നമ്മൾ പ്രവചിക്കുന്നതിൽ അർത്ഥമില്ല, അത് ജനം തീരുമാനിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഒരു കംഫർട്ടബിൾ മാർജിൻ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലീഡ് കുറയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം ഇലക്ഷൻ വോക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെല്ലുമ്പോൾ പബ്ലിക് ഒപ്പീനിയനും പബ്ലിക്കിൻ്റെ റെസ്പോൺസും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അവരുടെ വാക്കുകളിലൂടെയും അവരുടെ സമീപനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ വളരെ അനുകൂലമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് പൊതുവായ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ പിറവത്ത് പ്രത്യേകിച്ച് അത് ഈ പറഞ്ഞ പോലെ എൻ്റെ അപ്രോച്ചബിലിറ്റി ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അത് ഞാനീ പറഞ്ഞ പോലെ ഞാൻ ഒരു ജനപ്രതിനിധിയായി വന്ന അന്ന് മുതൽ ആവുന്നതിന് മുമ്പും എൻ്റെ സ്വഭാവം സമീപനമൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ അത് വേറെ രീതിയിലേക്ക് ജനപ്രതിനിധിയായപ്പോൾ അത് അതിലേക്ക് തന്നെ അഡാപ്റ്റഡായി സ്വാഭാവികമായിട്ട് ഇതിലേക്ക് അങ്ങ് വന്നതാണ്. ഞാനത് ജനപ്രതിനിധി എന്ന് പറയുന്നത് ഞാനെന്നല്ല, ആരാണെങ്കിലും അത് ജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കാനും അതിലിടപെടാനും കഴിയുന്നവരായിരിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ ജനപ്രതിനിധി ആവേണ്ട കാര്യമില്ലല്ലോ. ജനപ്രതിനിധി ഇരുന്നൊരു ഗ്ലാസ് കേജ് ഇരിക്കേണ്ട ആളല്ല, ജനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ആളാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ആ കാഴ്ചപ്പാടിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. കാരണം ജനങ്ങളാണ് അധികാരികൾ. യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങളുടെ സെർവൻസ് എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ല. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഇതൊരു തൊഴിലല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഒരു ജനപ്രതിനിധിയായി കടന്നു വരുന്ന ഒരാൾ, അത് പഞ്ചായത്താവട്ടെ, MLA ആവട്ടെ, MP ആവട്ടെ, മന്ത്രി ആവട്ടെ, അതിന് തൊഴിലെന്ന നിലയിലല്ല കാണേണ്ടത്. അതൊരു ഉത്തരവാദിത്തമാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി വി ആർ ടേക്കിംഗ് അവർസെൽസ്. നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളതനുസരിച്ച് ജനങ്ങളോട് ചെയ്തു കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ്. ഇതിനെ തൊഴിലായി കാണുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും. അതുപോലെ താങ്കൾ രാഷ്ട്രീയമായി പ്രതികൂലിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം ബാക്കി വലിയ രീതിയിൽ വികസിച്ച മണ്ഡലങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ പിറവത്തിൻ്റെ വികസനം കുറച്ച് പുറകിലാണെന്നാണ്. അത് ഒരു തിരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയമായ ആരോപണമായിട്ട് നമുക്ക് കരുതാം. എന്നിരുന്നാലും നമ്മളിതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ വളരെയധികം വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് താങ്കൾ പിറവത്ത് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പ്രോജക്ട്സുകളെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് ഓരോന്നായി അനലൈസ് ചെയ്ത് എന്തുകൊണ്ടാണ് അതിന് ഡിലേ സംഭവിച്ചത്, അതിലുപരി ഇനി അത് യാഥാർത്ഥ്യമാകുവാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങൾക്കും നാടിനും നാട്ടുകാർക്കും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്, ഈ ഒരു പാറ്റേണിലൊന്ന് അനലൈസ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ ജനങ്ങൾക്ക് ക്ലാരിറ്റി കൂടുതൽ കിട്ടുമെന്നതുണ്ട്. നമുക്ക് ഓരോന്നായി ഒന്ന് പോയി നോക്കാം. ആദ്യമായി ഇലഞ്ഞിയിലെ പഴം പച്ചക്കറി സംഭരണ യൂണിറ്റ്, അതേപ്പറ്റി നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ആ ഫോർമാറ്റിൽ എനിക്ക് തോന്നുന്നു വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനറീസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പിറവത്തിനൊരു മാതൃകയാവുന്ന, മൊത്തം കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ ഒന്ന് പ്രസ് ചെയ്യാമോ? എൻ്റെ ഒരു പോയിൻ്റ്, വികസനത്തെ സംബന്ധിച്ച് ഇപ്പോൾ LDF അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നടത്തുന്ന പ്രചാരണം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ കടുത്തുരുത്തി ചെന്നിട്ട് അവർ പറയുന്നതെന്നറിയോ, കടുത്തുരുത്തി ഉള്ളവർ പറയും നിങ്ങൾ പിറവത്തേക്ക് അവിടുത്തെ വികസനം കണ്ടു ചോദിക്കും. പിറവത്ത് വന്നിട്ട് അവർ പറയും നിങ്ങൾ പാലായിക്ക് നോക്കാൻ പറയും. പാലായി ചെന്നിട്ട് അവർ പറയും മൂവാറ്റുപുഴയ്ക്ക് നോക്കാൻ പറയും. മൂവാറ്റുപുഴ ചെന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ അങ്കമാലിക്ക് നോക്കാൻ പറയും. ഇതിവരുടെ ഒരു തന്ത്രമാണിത്. ഇത് സ്ഥിരം ഞങ്ങൾ MLA സംസാരിക്കുമ്പോൾ ഒരിക്കൽ മോൻസിനോട് സംസാരിച്ച് പറഞ്ഞു കടുത്തുരുത്തി ഭയങ്കര വികസനമാണെന്നാണല്ലോ മോൻസി പറഞ്ഞു. അപ്പോൾ മോൻസി പറഞ്ഞപ്പോൾ പിറവത്ത് ഭയങ്കര വികസനമെന്നാണ് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇലക്ഷനാകുമ്പോൾ ഒരു സ്റ്റണ്ടാണ്. ഇത് ഇവരുടെ ഒരു കാര്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക. ഇലക്ഷനാകുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്പോൾ 100 crores പ്രൊജക്റ്റാണ് പിറവം പെരുവമ്പഴി റോഡ്. പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ ലഭ്യമാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി സർക്കാരിൻ്റെ അനാസ്ഥ കാരണം അത് ഡിലേ വന്നു.
പക്ഷേ അതിപ്പോൾ ഞാൻ തന്നെ അസംബ്ലിയിൽ 4 വട്ടം സബ്മിഷൻ ഉന്നയിച്ച ആ വർക്ക് ഇപ്പോൾ പുനരാരംഭിച്ചു. ഇപ്പോൾ പടവെട്ടിപ്പാലം ഉൾപ്പെടെ പുനർനിർമ്മാണം നടക്കുകയാണ്. അപ്പം നമ്മുടെ കോൺസ്റ്റുവൻസിയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രോജക്ട്സ് എത്തിച്ചിട്ടുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഴം-പച്ചക്കറി സംസ്കരണശാല ഞാൻ തന്നെ കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്, ഞാൻ തന്നെ വിഭാവനം ചെയ്ത് എൻ്റെ ആശയത്തിൽ കൊണ്ടുവന്ന ഒന്നാണ്. അതിനുവേണ്ടി എല്ലാ ഫണ്ടും ഞാൻ റെഡിയാക്കി കൊടുത്തു, അതിൻ്റെ കല്ല് വിട്ടു, അതിൻ്റെ നിർമ്മാണവും ആരംഭിച്ചത് ഈ സർക്കാർ വന്നതിന് ശേഷം, ഇവരുടെ 1ാം സർക്കാർ. അത് പൂർത്തിയായതിനു ശേഷം 2 കാര്യങ്ങൾ തടസ്സമായിട്ട് വന്നു. ഒന്ന്, അതിന് നമ്പർ ഇട്ട് കിട്ടണം കെട്ടിടത്തിന്. അതിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം അടയ്ക്കണം സപ്ലൈക്കോയോട് ഇലഞ്ഞി പഞ്ചായത്ത് ആവശ്യപ്പെട്ട് സപ്ലൈക്കോ ഇതുവരെ അടച്ചിട്ടില്ല. അതാണ് അതിന് കെട്ടിട നമ്പറിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഉണ്ടായത്. പിന്നെ ഏതാണ്ട് 5 കോടി രൂപ അതിനുവേണ്ടി അധികം ഇനി വേണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ വേർഷൻ. ഇത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞാണ്. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആർക്കും വേണമെങ്കിലും ഇപ്പോഴും ഓൺലൈനിൽ നോക്കാം. അസംബ്ലി രേഖകളിലുള്ളതാണ്. ഭക്ഷ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞാൽ 5 കോടി രൂപ ഇതിന് ആവശ്യമാണ് ഇനി പൂർത്തിയാൻ. 5 കോടി രൂപ സർക്കാരിൻ്റെ സംഖ്യയാണോ? അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അത് എന്നാൽ വേണ്ട. അതിപ്പോൾ അവർ റിസ്ക് എടുക്കാൻ താല്പര്യം, ഇതൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണം ഇതിന്, അതവർക്കില്ല. ഇപ്പോൾ വേണ്ട എന്നൊരു ചിന്തയായിരിക്കാം. വേണമെങ്കിൽ നടക്കട്ടെ, അവർ റിസ്ക് എടുത്ത് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ചില കാര്യങ്ങളിലൊരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് വേണം, അതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് ഇല്ലാത്തില്ല, താല്പര്യം അവർക്കില്ല. ഇത് തന്നെയാണ് ഇലക്ട്രോണിക്സ് പാർക്കിലും കാണാൻ കഴിയുന്നത്. എന്തായാലും ഞങ്ങളത് ആ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ആദ്യത്തെ ടോപ്പ് പ്രയോറിറ്റിയിൽ ഈ പഴം-പച്ചക്കറി സംസ്കരണശാല ഞങ്ങൾ തുറന്നു. ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ വർഷം തന്നെ തുറന്നു കൊടുക്കും. നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കർഷകർ ഉൾപ്പെടെ നമ്മുടെ ഈ ഒരുപാട് പച്ചക്കറി കൃഷിയോടെ ഞാൻ അതിലേക്ക് പോകാൻ തന്നെ കാരണം അതാണ്. ഞാൻ തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് MLA ആയി വന്ന സമയത്ത് പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ വന്നപ്പോൾ ഇങ്ങനൊരു ആശയം നല്ലതായിരിക്കും, പ്രൈവറ്റ് സെക്ടറുണ്ട്, പബ്ലിക് സെക്ടറിൽ വേണം എന്ന നിലയിലാണ് ഞാനത് കൊണ്ടുവന്നത്. അപ്പം പഴങ്ങളും പച്ചക്കറിയും കർഷകരിൽ നിന്ന് സംഭരിച്ച് സംസ്കരിച്ച് അത് പിന്നീട് അത് വിപണനത്തിനെത്തിക്കുക. ഡീപ്പ് ഫ്രീസർ സംവിധാനമൊക്കെ ഉണ്ട്, അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറ്റാൻ കഴിയുന്ന വലിയൊരു പദ്ധതിയാണിത്. അത് എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ അതിലിരുന്ന പ്രദേശം എന്ന നിലയിലാണ് ഇലഞ്ഞി അന്ന് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ളവിടെ കർഷകരിൽ നിന്ന് എടുക്കാനും അത് കർഷകർക്ക് ന്യായവില ലഭിക്കാനും ഒപ്പം തന്നെ നല്ലൊരു കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കാനൊക്കെ കഴിയുന്ന നല്ല ആശയമാണ് വേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് എയ്ഡ് ഞാൻ വളരെ പാടുപെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന പൈസയാണ്. ഞാൻ അതിനായിട്ട് തന്നെ 2 വട്ടം ഡൽഹിയിൽ പോയി അന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ ബ്രോങ്കാർ ഉറ്റുനോക്കുന്ന എക്സൈസ് കടവ് പാലം, അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞ ഫ്രാറ്റിൽ ഒന്ന്. എക്സൈസ് കടവ് പാലം 2016 UDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടി സാറ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ആ വർഷം ഗവൺമെൻറ് മാറി പുതുക്കിയ ബഡ്ജറ്റ് വന്നു. ആ ബഡ്ജറ്റിൽ ഇത് പരാമർശിച്ചില്ല. 2017 മുതൽ എക്സൈസ് കടവ് പാലം ഞാൻ നമ്പർ 1 പ്രയോറിറ്റി ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സർക്കാർ ഇത് പരിഗണിച്ചിട്ടില്ല. അവർ കിഫ്ബി പ്രൊജക്റ്റിലേക്കാണ് വലിയ പ്രൊജക്ട്സ് പോകുന്നത്. കിഫ്ബിയിലേക്ക് പുതിയ പ്രൊജക്റ്റുകൾ അവർ നിർദ്ദേശിക്കാനോ അവർ സ്വീകരിക്കാനോ തയ്യാറുമല്ല. അത് കൃത്യമായിട്ട് ഈ കത്തിലൂടെ മന്ത്രി എനിക്ക് നൽകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ നിയോജകമണ്ഡലത്തിൽ എല്ലാ വർഷവും 20 പ്രൊജക്റ്റ് കൊടുക്കുന്നതിൽ നമ്മുടെ ഈ പ്രൊജക്റ്റ് എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല, അതിനുള്ള തുക ലഭ്യമാക്കുന്നില്ല. ഇപ്പോൾ ഏകദേശ കണക്കിന് 50 കോടിക്ക് മുകളിൽ പോകും, അതിനേക്കാൾ കൂടുതൽ പോകും. ലാൻഡ് അക്വിസിഷൻ പിന്നെ എല്ലാം കൂടി വരെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റുകളിലേക്ക് പോകുമ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഗവൺമെൻറ് ഒരുക്കി തരാതിരിക്കുന്നു എന്നുള്ളതാണ്. ആവശ്യമായ തുക അതിന് അനുവദിക്കുന്നില്ല ബഡ്ജറ്റിൽ. കിഫ്ബിയിലൊട്ടും പദ്ധതികൾ നിർദ്ദേശിക്കാനും സർക്കാർ സമ്മതിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. പിന്നെ എക്സൈസ് കടവ് പാലം ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. നിലവിൽ നമുക്ക് പിറവത്തെ ട്രാഫിക് മാനേജബിളായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ കൂത്താട്ടളം ഭാഗത്ത് വരുന്ന ട്രാഫിക് ഓണക്കൂടുന്ന റൈറ്റ് തിരിഞ്ഞ് നെച്ചൂർക്കടവ് പാലം വഴി നേരെ തിരുവാങ്കുളത്തേക്ക് പോകണം. അപ്പോൾ ആ ട്രാഫിക് പിറവത്തേക്ക് വരുന്നില്ല. പിറവത്തേക്ക് മെയിനായിട്ട് വരുന്നത് കോട്ടയം മോനിപ്പള്ളി ഭാഗത്തു നിന്നുള്ള ട്രാഫിക്കാണ്. ആ ട്രാഫിക് ഇലിഞ്ഞി വഴി നേരെ കയറി വരികയാണ്. ആ വാഹനങ്ങളിപ്പം ടൗൺ കയറാതെ ടൗൺ ചുറ്റി നമ്മുടെ PO ജംഗ്ഷനിൽ വന്ന് പാലം കയറി പോവാണ്. അതാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് ട്രാഫിക് കഞ്ചഷൻ പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും തന്നെ ടൗണിൽ കയറുന്നില്ല. എല്ലാം വട്ടം ചുറ്റി അല്ലാതെ ഡൈവേർട്ട് ചെയ്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ടൗണിൽ അനുഭവപ്പെടുന്ന കഞ്ചഷൻ ടൗണിലുള്ള തിരക്കുകളാണ്. ടൗണിലെ തിരക്ക് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടുത്തെ നിലവിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അവിടെ ഒരു ബസ് ബേ ആക്കുകയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുമാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആലോചിച്ചിരിക്കുന്നത്. അത് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ജനങ്ങളുമായിട്ട് അഭിപ്രായപ്പെട്ട് വ്യാപാരികളുമായിട്ട് ചർച്ച നടത്തി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ മുനിസിപ്പാലിറ്റി കൊണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പ്രൊജക്റ്റാണ്. അതൊരു ആശയം ഇപ്പോൾ വന്നിരിക്കുന്നതാണ്. അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഫൈനൽ എടുക്കത്തുള്ളൂ. എക്സൈസ് കടവ് പാലത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എക്സൈസ് കടവ് പാലം ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ ട്രാഫിക് കഞ്ചഷൻ ഇല്ല എന്നുണ്ടെന്ന് വെച്ചാൽ ഭാവിയിൽ ഉണ്ടാവാതിരിക്കണമെന്നല്ല, ഭാവിയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊരു ബൈപ്പാസ് എന്ന നിലയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ എക്സൈസ് കടവ് പാലം തീർച്ചയായിട്ടും അത് പാഴൂർ മുതൽ പേപ്പതി മുതൽ പാഴൂർ വളവുകൾ നിവർത്തി ഈ എക്സൈസ് കടവ് പാലവുമായി ബന്ധപ്പെടുത്തി ഒരു ബൈപ്പാസ് എന്നുള്ള ആശയമാണ് വെച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ
ഒരു വിപരീത സമീപനമാണ് അതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ ട്രാഫിക് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ പിറവത്ത് ക്രമീകരിച്ചത്. എക്സൈസ് കടപ്പാലം നിർബന്ധമായിട്ടും ഫ്യൂച്ചറിൽ ഞാൻ എൻ്റെ ഇനി പിറവത്തിന് എന്തൊക്കെ പ്രധാനപ്പെട്ട പദ്ധതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി കൊടുത്തിരിക്കുന്നത് എക്സൈസ് കടപ്പാലമാണ്. എക്സൈസ് കടപ്പാലത്തിൻ്റെ ഞാനിപ്പോൾ ഇത്തവണ വേറൊരു കാര്യം കൂടെ, ഞാൻ ഇനിഷ്യൽ ബുക്സ് എല്ലാം ആരംഭിച്ചു. അതിൻ്റെ ഇത്തവണ ബഡ്ജറ്റിൽ തന്നെ 5 ലക്ഷം രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് എൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ DPR തയ്യാറാക്കാൻ പോവാണ്. ഇലക്ഷൻ ചട്ടങ്ങൾ മാറുന്ന ഉടനെ അതിലേക്ക് കടക്കും. ആ DPR റെഡിയാക്കി വെക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഗവൺമെൻറ് വരുന്ന സമയത്ത് അതിന് ഫണ്ട് അനുവദിപ്പിച്ച് അതിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഫോർസി ചെയ്തുകൊണ്ടാണ് ഇത്തവണ ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ വാങ്ങിച്ചത്. 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ തരും, 50 കോടി തരത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതോടൊപ്പം യാഥാർത്ഥ്യമായിട്ട് അതുപോലെ തിരുവാങ്കുളം ബൈപ്പാസ് അത് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരു ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിച്ചു എന്ന് താങ്കളുടെ ഇൻ്റർവ്യൂവിൽ കണ്ടു. അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് വേറെ തടസ്സങ്ങളൊന്നുമില്ല. അത് ടെൻഡർ ചെയ്യാൻ പോവാണ്. ടെൻഡർ ചെയ്ത് ഈ സാമ്പത്തിക വർഷം നിർമ്മാണം ആരംഭിക്കും. അതിൻ്റെ വേറെ തടസ്സങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആസ് ഓഫ് നൗ ഇല്ല. അതിൻ്റെ തടസ്സം ഉണ്ടായത് സർക്കാരിൻ്റെ കേരളയിലാണ്. പിന്നെ കൊച്ചി സേലം ഗ്യാസ് പൈപ്പ് ലൈനാണ്. നമ്മളവിടെ ഒരു സ്ഥലം സൗജന്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് പൈപ്പ് അതിന് വേണ്ടിയുള്ള ലൈൻ മാർക്ക് ചെയ്ത് ഞങ്ങൾ പോയി റോഡിന് വേണ്ടി. ആ നിർദ്ദിഷ്ട അലൈൻമെൻറ്റിലൂടെയാണ് കൊച്ചി സേലം ഗ്യാസ് പൈപ്പ് ലൈൻ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി 42-52 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് വാങ്ങിച്ച് അനുമതി കൊടുത്തു. ആ പൈപ്പ് ലൈൻ അത് ലേ ചെയ്തതിന് ശേഷം അവിടെ PWD ആ റോഡിൽ ഡിസൈൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ മേൽ ഡിസൈൻ ചെയ്യില്ല എന്ന് വിചിത്ര അഭിപ്രായങ്ങളാണ് അവർ കണ്ടെത്തിയത്. പിന്നെ അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട 1.5 വർഷത്തോളം എടുത്തു. പല കളക്ടേഴ്സ് മാറി ഡിസ്കസ് ചെയ്ത് അവസാനം ഡിസൈൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരൊരു കാരണവശാലും വരത്തില്ല എന്ന നിലയിൽ വന്നു. അങ്ങനെ പദ്ധതി ഉപേക്ഷിക്കുന്ന സാഹചര്യം വരുമെന്ന് ഭയപ്പെട്ടു. അതിൻ്റെ ഇടയിലാണ് കേരളിൻ്റെ ക്രോസിങ് അതിനകത്ത് വരുന്നത്. 2021 ആയപ്പോൾ കേരയിൽ എന്ന് പറഞ്ഞ് സർക്കാർ വന്നു. ഈ കേരയിൽ നമ്മുടെ നിർദ്ദിഷ്ട അലൈൻമെൻറ്റ് രണ്ടിടത്ത് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളിൻ്റെ അലൈൻമെൻറ്റ് വന്നതോടെ ആ വർക്ക് കംപ്ലീറ്റ് സ്റ്റാഗ്നൻ്റായി. NOCയും കൊടുക്കുന്നില്ല. പിന്നെ കേരയിൽ വരത്തില്ല എന്ന ഒരു വ്യക്തത വരികയും അതനുസരിച്ച് അവിടെ നിന്ന് NOC വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ ഈ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ അലൈൻമെൻറ്റ്, ഗ്യാസ് പൈപ്പ് ലൈനിനോട് ചേർന്നാണ് കിടന്ന റോഡിനെ ആ റോഡ് കുറച്ചുകൂടെ മാറ്റി ഞങ്ങൾ പുതിയ അലൈൻമെൻറ്റ് ഇപ്പം നിശ്ചയിച്ച് പുതിയ ബൗണ്ടറി സ്റ്റോൺസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് എല്ലാ ലാൻഡും 99% ഓഫ് ദ ലാൻഡ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. അതിൻ്റെ DPR ഇപ്പോൾ തയ്യാറാവുകയാണ്. അപ്പം തന്നെ അതിൻ്റെ ബാക്കി പ്രൊജക്റ്റിലേക്കും പോകും. അതിന് ഫണ്ട് ഇപ്പോൾ ലൈവാണ്. അതിന് അനുവദിച്ച തുക ഇപ്പോഴും ലൈവായിട്ടുണ്ട്. അത് ഞാൻ റീവാലിഡേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ആ തുക ലാപ്സ് ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് എല്ലാ ലാൻഡും കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് 1-2 വ്യക്തികൾ സ്ഥലം വിട്ടു തരാൻ വിമുക്തത കാണിച്ചു. അവരുമായിട്ടുള്ള ഡിസ്കഷൻ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. മറ്റ് തടസ്സങ്ങളൊന്നും ആസ് ഓഫ് നൗ ഇല്ല. ഇതിൽ തടസ്സം ഉണ്ടായത് സർക്കാരിൻ്റെ കേരളയിലാണ്. അതിന് MLA കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേരളയിൽ കൊണ്ടുവരുന്നത് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ കേരളയിൽ വരും അദ്ദേഹം തന്നെ പല വേദിയിലും പറഞ്ഞു. ആ കേരളയിൽ കാരണം നമ്മുടെ പ്രൊജക്റ്റ് 2.5 വർഷം 3 വർഷമാണ് ഡിലേ വന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഫാക്സ്. ഈ ഫാക്സ് ഇടതുപക്ഷക്കാർക്കോ അല്ലെങ്കിൽ പറയുന്നവർക്കോ അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല. അതവർ മറച്ചു വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതുപോലെ ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്ക് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അതിൻ്റെ നിലവിലത്തെ അവസ്ഥയും അത് 2021 പ്രകടനപത്രിക LDFൻ്റെ പ്രകടനപത്രികയിലുള്ളത് ആമ്പല്ലൂർ പാർക്ക്. ആ ആമ്പല്ലൂർ പാർക്ക് അവർ പറഞ്ഞിട്ട് അവരിപ്പോൾ വീണ്ടും മന്ത്രി അസംബ്ലി പറഞ്ഞ് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള അത് അദ്ദേഹം പറയുന്നത് വെറ്റ്ലാൻഡാണെന്നാണ്. ഞാൻ മിനിസ്റ്ററോട് ചോദിച്ചു രാജീവിനോട്. അപ്പം അതിന് വെറ്റ്ലാൻഡാണ്, അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം തന്നെ വെറ്റ്ലാൻഡുകളെ സംരക്ഷിച്ചുകൊണ്ട്, അതായത് നീർത്തടങ്ങളെയും തണ്ണീർച്ചാലുകളും ഒക്കെ ഉണ്ട്, അതിനെ സംരക്ഷിച്ച് ഇക്കോ ഫ്രണ്ട്ലി ആയി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അവിടെ കരഭൂമി ആ കരഭൂമി ഡെവലപ്പ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഈ പറയുന്ന പരിസ്ഥിതി സൗഹൃദമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പാർക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത് അവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പാർക്കിന് സ്ഥലം കണ്ടെത്തണമെന്നാണ്. ആമ്പല്ലൂർ പാർക്ക് ആമ്പല്ലൂരിൽ വരണം. അതാണല്ലോ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് അവിടെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2010 അന്നത്തെ അച്യുതാനന്ദ സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ച 2011 വീണ്ടും ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോഴാണല്ലോ ഈ സ്ഥലം വീണ്ടും ഞങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ ആദ്യത്തെ 100 ഏക്കർ എടുക്കാൻ അതിൽ 15 ഏക്കർ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. KSRTC കൈമാറി. ഇപ്പോൾ 15 ഏക്കർ ഇത് ചെയ്യുന്ന അവർ ഫിഷറീസിനോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോ കൈമാറാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോവാണ്. ഇതാണിപ്പോൾ KSRTCക്ക് വേണ്ട, അവർ ഫിഷറീസിന് കൊടുക്കാൻ പോവുക, അല്ലെങ്കിൽ ടൂറിസത്തിന് കൊടുക്കാൻ പോവുക. ഇതൊക്കെയാണ് അവരുടെ സമീപനം. എന്തായാലും ഈ പ്രൊജക്റ്റ് പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് തന്നെയാണ്. നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുപോലെ
താങ്കൾ ജയിച്ച് MLA-യും അതിലുപരി ഒരു മന്ത്രിയുമായി വരികയാണെങ്കിൽ പിറവത്തിന് വേണ്ടി കണ്ടിരിക്കുന്ന കുറേ ഡ്രീം പ്രോജക്ട്സ് ഉണ്ടെന്ന് നമുക്ക് ആ മാനിഫെസ്റ്റോ റിവ്യൂ ചെയ്യുമ്പോൾ അറിയാം. അത് പല മേഖലകൾ, ഹെൽത്ത് കെയറിലായാൽ പല ഹോസ്പിറ്റൽസിനെയും നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ആർട്സ് അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് പെർഫോമിംഗ് തിയേറ്റർ, ഇതുപോലെ മുന്നിലേക്ക് കണ്ടിരിക്കുന്ന ഡ്രീം പ്രോജക്ട്സ്, പിറവത്തിന് വേണ്ടി കണ്ടിരിക്കുന്ന പല മേഖലയിലുള്ള ഡ്രീം പ്രോജക്റ്റിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഞാൻ മാനിഫെസ്റ്റോ വെച്ചിരിക്കുന്ന ഞങ്ങൾ UDF ആയിട്ട് ആലോചിച്ച് തീരുമാനിച്ച് വെച്ച ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളാണ്. പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങളും അതിനകത്തുണ്ട്. ഇപ്പോൾ മോനിപ്പള്ളി റോഡ് ഞാൻ തന്നെയാണ് പറഞ്ഞ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്, അതല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇല്ലെങ്കിൽ മോനിപ്പള്ളി റോഡ് അങ്ങനെ പ്രധാനപ്പെട്ട പ്രൊജക്ട്സിൽ ഈ എക്സൈസ് ക്ലബ് പാലം നമുക്ക് ചെയ്യേണ്ടതാണ്. ഈ ബൈപ്പാസ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നു. റിംഗ് റോഡ്സ് വേണം, മുളന്തുരുത്തി, കൂത്താട്ടളം. നമ്മുടെ ടെമ്പിൾ സിറ്റി വേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചോറ്റാനിക്കരയ്ക്ക് ടെമ്പിൾ സിറ്റി കളഞ്ഞത് സർക്കാരാണ്. ഈ സർക്കാരാണത് കളഞ്ഞത്. എല്ലാ പ്രൊജക്ട്സും നമ്മൾ വളരെ പാടുപെട്ട് കൊണ്ടുവരും. ഇവരുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. ഈ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം എന്തോരം വെച്ച് താമസിപ്പിച്ചു. ഞാൻ വളരെ ശക്തമായി ഇടപെട്ടാണ് അത് പൂർത്തിയാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുരിക്കാട് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. റവന്യൂ നടപടി പൂർത്തിയായി, അപ്പോൾ അത് ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ആർട്സ് ആൻഡ് കൾച്ചർ മേഖലകൾ, ടൂറിസം മേഖലകൾ, അഗ്രികൾച്ചർ മേഖല, ഇതിനൊക്കെ ഓരോ കാലത്തിനും വികസനത്തിന് പുതിയ സ്വഭാവവും മാനവും വരും. ഇപ്പോൾ ഇനിയൊരു പുതിയൊരു ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പുതുയുഗ വികസനത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം നമ്മുടെ നാട്ടിലെത്തിക്കുക, പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. സബർബൻ മാൾ അന്നത്തെ വലിയൊരു ആശയമാണ്. അതുപോലെയുള്ള നൂതനമായ ആശയങ്ങൾ തീർച്ചയായിട്ടും മെയ് മാസത്തിൽ വന്ന് UDF-ലൂടെ ഞാനിവിടെ എത്തിക്കും. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായി പിറവത്തെ വോട്ടേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? എല്ലാവരുടെയും സഹായവും സഹകരണവും തുറന്നും ഉണ്ടാവണം. നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനുമായിട്ട് എന്നാൽ കഴിയുന്ന നിലയിൽ എല്ലാ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നത്. നമുക്ക് നാടിൻ്റെ നല്ല മാറ്റങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. വികസനം ഒരു തുടർച്ചയാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ നൂതനമായ വികസന ആശയങ്ങളെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുക എന്നത് ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും എനിക്കുണ്ടാവണം. ഞാനെപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സുഖദുഃഖങ്ങൾ പങ്കാളിയായി നാടിൻ്റെ വികസന മുന്നേറ്റത്തിൽ തോളോട് തോഴ്ചകൾ നമുക്ക് നീങ്ങി മുമ്പോട്ട് പോകണം. അതിനാൽ തന്നെ എന്നെ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളം തെങ്ങിൻതോപ്പാണ്. ബാലറ്റ് മെഷീനിൽ 3-ാമതായിട്ടാണ് എൻ്റെ പേരും ചിഹ്നവും കടന്നു വരുന്നത്. വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കുക. നാടിനെ നമുക്ക് ചേർത്ത് നന്മയിലേക്ക്, കൂടുതൽ വികസനത്തിലേക്ക് നമുക്ക് നയിക്കാം.